തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. CPIM ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ പൊതുസമ്മേളന നഗരിയായ ചീരൻ കടപ്പുറത്ത് സമാപിച്ചു. പൊതുസമ്മേളന നഗരി ഉയർത്തുവാനുള്ള പതാകയും കൊടിമരവും സമ്മേളന നഗരിയിൽ സ്ഥാപിക്കുവാനുള്ള ദീപശിഖയുമാണ് അത്ലറ്റുകൾ ചേർന്ന് ജാഥയായി കൊണ്ടുവന്നത്. ഹലോ, നിങ്ങളെ അതാ ചെറിയ ആളുകളതാ നിർത്തിയാൽ മതി. അപ്പോഴല്ല കൊടി കഴിഞ്ഞതിന് ശേഷം ഇതാക്കണ നേരത്തെ അവർ നയിച്ചൊരു പാതയിലൂടെ മക്കളെ നാം മുന്നോട്ട് പതാക പറക്ക് പതാക പറക്ക് പതാക മാതര ചമ്പലാക മാതര ചമ്പലാക. EK ഇമ്പിച്ചിബാവയുടെ പൊന്നാനിയിലെ വീട്ടിൽ നിന്നാണ് പതാക ജാഥ ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമ ഇമ്പിച്ചിബാവ ജാഥ ക്യാപ്റ്റനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ഖലീമുദ്ദീന് പതാക കൈമാറി. സംസ്ഥാന കമ്മിറ്റി അംഗം P നന്ദകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം P ജ്യോതിബാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി CP മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു. പ്രൊഫസർ MM നാരായണൻ, A ശിവദാസൻ, അഡ്വക്കേറ്റ് E സിന്ധു, കൂട്ടായി ബഷീർ എന്നിവർ പങ്കെടുത്തു. 48 റെഡ് വളണ്ടിയർമാരുടെയും നിരവധി അത്ലറ്റുകളുടെയും അകമ്പടിയോടെയായിരുന്നു പതാക ജാഥ പ്രയാണം. ദീർഘകാലം തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറിയായിരുന്ന P പരമേശ്വരൻ എമ്പ്രാന്തിരിയുടെ ജന്മനാടായ അരിയല്ലൂരിൽ നിന്നാണ് കൊടിമര ജാഥ ആരംഭിച്ചത്. ജാഥ ക്യാപ്റ്റനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ VP സക്രിയ കൊടിമരം ഏറ്റുവാങ്ങി. സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം കൊല്ലത്ത് വെച്ച് ഇപ്പോൾ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് മാസം 4 മുതൽ 6 വരെയുള്ള തീയതികളിൽ നടക്കുന്ന സമ്മേളനം അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ള ഘട്ടത്തിലാണ് 14 ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കുക എന്നുള്ള പാർട്ടി ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയുടെ ജില്ലാ സമ്മേളനം
ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് താനൂരിൽ വെച്ച് നമ്മുടെ സമ്മേളനം നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നമ്മളതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള പരിപാടികൾ, അനുബന്ധ പരിപാടികൾ എന്നുള്ള നിലയിൽ കഴിഞ്ഞ 19-ാം തീയതി മുതൽ വിവിധ പരിപാടികൾ താനൂർ ഏരിയയിൽ സംഘടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 1, 2, 3 തീയതികളിലൊക്കെ നമ്മുടെ പാർട്ടിയുടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ ജില്ലാ കമ്മിറ്റി അംഗം വി പി സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. കൊണ്ടോട്ടി ഏരിയ മുൻ സെക്രട്ടറിയും വള്ളിക്കുന്ന് ഏരിയ മുൻ അംഗവുമായ എൻ രാജൻ വി പി സക്കറിയയെ ഷാൾ അണിയിച്ചു. വള്ളിക്കുന്ന് ഏരിയ സെക്രട്ടറി ഇ നരേന്ദ്രദേവ് സ്വാഗതം പറഞ്ഞു. പരമേശ്വരൻ എംപ്രാന്തിരിയുടെ മകൻ രവീന്ദ്രൻ പുതുമന, തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറി തയ്യിൽ അലവി, ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് സി ഇബ്രാഹിംകുട്ടി, വള്ളിക്കുന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ഹൃഷികേഷ് കുമാർ, പി പ്രിൻസ് കുമാർ, വി പി വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു. ദീർഘകാലം CPIM താനൂർ ഏരിയ സെക്രട്ടറിയായിരുന്ന ഇ ഗോവിന്ദന്റെ കുണ്ടുങ്ങലിലെ വസതിയിൽ നിന്നാണ് ദീപശിഖ തെളിയിച്ച് ജാഥാ പ്രയാണം ആരംഭിച്ചത്. ഇദ്ദേഹത്തിന്റെ മക്കളായ ഇ പത്മജ, ഇ സുജ, ഇ സിന്ധു, ഇ അനോജ് എന്നിവർ ചേർന്ന് തെളിയിച്ച ദീപശിഖ ജാഥാ ക്യാപ്റ്റൻ വി ശശികുമാറിന് കൈമാറി. സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ഉദ്ഘാടനം ചെയ്തു. നഗരവുമെല്ലാം ഒരുങ്ങി ജനത ഈ സമ്മേളനത്തെ നന്നായി ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ താനൂരിന്റെ ഏത് കോണിൽ പോയാലും ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പാർട്ടിയുടെ സമ്മേളനം വളരെ കൃത്യമായി എല്ലാ 3 വർഷം കൂടുമ്പോഴും ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെ ചിട്ടയായി നടത്തി ആ സമ്മേളനത്തിൽ വെച്ച് അതിന്റെ നിയന്ത്രിക്കേണ്ട അടുത്ത ഒരു സമ്മേളന കാലയളവിൽ ആ ഘടകത്തെ നിയന്ത്രിക്കേണ്ട കമ്മിറ്റിയെയും അതിന്റെ സെക്രട്ടറിയെയും വളരെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത് പോകുന്ന ഒരു സ്ഥിതി ഉള്ള പാർട്ടിയാണ്. അത് ഇന്ത്യയിൽ മറ്റ് പാർട്ടികൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്തതാണ്. അത്തരത്തിൽ വളരെ ചിട്ടയായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സംവിധാനം. ഈ പാർട്ടി സംവിധാനം വന്നത്, അല്ലെങ്കിൽ ഈ ആശയം നാം പിന്തുടരുന്ന കമ്മ്യൂണിസം, സോഷ്യലിസം എന്ന് പറയുന്ന ആശയം ലോകത്തിന്റെ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടനവധിയായിട്ടുള്ള രാജാക്കന്മാർ, ഒട്ടനവധിയായിട്ടുള്ള അത്തരം രാജകുടുംബങ്ങളിലൂടെ കൈമാറി വന്നിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ടായി. ആ രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള രാജാക്കന്മാർ അവരുടെ ഭരണവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ലോകത്തിൽ ആദ്യമായി ഇംഗ്ലണ്ടിലാണ് 1658 ഒളിവർ ക്രോംവെൽ എന്ന് പറയുന്ന ഒരു വീക്ഷണശാലിയുടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ വാർ അവിടെ നടക്കുന്നു. ആ സിവിൽ വാർ താനൂർ ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഇ ജയൻ, അബ്ദുള്ള നവാസ്, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് പി ഹംസക്കുട്ടി എന്നിവർ സംസാരിച്ചു. VC ശശിധരൻ സ്വാഗതം പറഞ്ഞു. ഏരിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 57 ഉപ ദീപശിഖ ജാഥകൾ മൂലക്കലിൽ സംഗമിച്ചു. തുടർന്ന് 3 ജാഥകളും താനൂർ ജംഗ്ഷനിൽ സംഗമിച്ചാണ് പൊതുസമ്മേളന നഗരിയിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.